ആപ്പിൾ ഐഫോൺ 17 സീരീസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പുതിയ ക്യാമറ, പുതിയ ബാറ്ററി, അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുന്നേ ആൻഡ്രോയിഡ് ഇറക്കിയിട്ടുള്ള വേപ്പർ ചേംബർ കൂളിംഗ് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ശരിക്കും ഇതൊരു അപ്ഗ്രേഡ് ആണോ അതോ ലാസ്റ്റ് 16 സീരീസ് പോലെ ഒരു പരാജയമാണോ എന്നുള്ളതാണ്. ഈ വീഡിയോയിൽ ഞാൻ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. ഇത് അൺബയസ്ഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ മലയാളത്തിൽ കുറേ വീഡിയോസ് കണ്ടു, മലയാളത്തിലും ഇന്ത്യയിലൊക്കെ. പലരും പറയുന്ന കാര്യങ്ങൾ എനിക്ക് ടെക്നിക്കലി ഒരാളുടെ പൈസ കളയാന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് വലിയ ഉപയോഗമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങൾ അവസാനം ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം വെദർ യു ഷുഡ് ഇൻവെസ്റ്റ് ഇൻ ഐഫോൺ 17 Pro Max ഓർ നോട്ട്. ആദ്യം നമ്മുടെ അൺബോക്സിങ് ടിപ്പിക്കൽ ആപ്പിൾ പാക്കേജിൽ തന്നെയാണ് വരുന്നത്. ബാക്ക് സൈഡ് നമ്മൾ സീല് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ആക്കുമ്പോൾ ഫ്ലിപ്പ് ചെയ്ത രീതിയിൽ, അതായത് തിരിഞ്ഞ് കിടക്കുന്ന രീതിയിൽ നമ്മുടെ ഐഫോണിൻ്റെ പുതിയ ഡിസൈൻ കാണാൻ പറ്റും. ആ ഫോൺ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബ്രൈഡഡ് ആയിട്ടുള്ള ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളാണുള്ളത്. വേറെ ഒന്നുമില്ല. ഇപ്പോൾ US വേർഷൻ ഒഴിച്ച് ബാക്കി എല്ലാ വേർഷനിലും ഒരു സിം ഇഞ്ചക്ഷൻ ടൂൾ ഉണ്ടാവും. കാരണം US വേർഷൻ എനിക്ക് തോന്നുന്നു ഈ സിമ്മ് മാത്രമേ ഉള്ളൂ, ഫിസിക്കൽ സിമ്മില്ലാണ്. 15 Pro Max മുതൽ ഞാൻ പ്രോപ്പറായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ 15 Pro Max ഞാൻ നാച്ചുറൽ ടൈറ്റാനിയം കളറാണ് മേടിച്ചത്. 16 Pro Maxും ഞാൻ നാച്ചുറൽ ടൈറ്റാനിയം ആണ് മേടിച്ചത്. അതൊരു വലിയ മിസ്റ്റേക്ക് ആയിപ്പോയി. ബൈ ദ വേ ഐഫോൺ 17 Pro Max നോക്കുന്ന സമയത്ത് അവർ 3 കളേഴ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഒറിജിനൽ നെയിം ഒന്നും പറയുന്നില്ല. 3 കളറുണ്ട്: ഓറഞ്ച്, ബ്ലൂ, അതുപോലെ തന്നെ ഈ ഒരു സിൽവറിഷ് വൈറ്റ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ട് എനിക്കിങ്ങനെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളർ ഇഷ്ടമല്ല. വളരെ ബേസിക് ആയിട്ടുള്ള ബ്ലാക്ക് ഓർ വൈറ്റ് കളറിലാണ് ഞാൻ യൂഷ്വലി, നിങ്ങളിപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ നോക്കിയാൽ തന്നെ ഞാൻ ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ള വളരെ ബേസിക് കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു സിൽവർ ആണ് വേണ്ടതെന്ന് തോന്നി ഞാൻ സിൽവർ കളർ എടുത്തു. ഫോൺ ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഇത് സിൽവർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇത് പക്ക വെള്ള ഫോണായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. സോ നിങ്ങളിപ്പോൾ ഐഫോൺ 17 Pro Max എടുക്കാൻ പ്ലാനുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ഇൻ ബ്ലൂ ഓർ ഓറഞ്ച്. സിൽവർ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു ഫോണാണ്. ഞാൻ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഈവൻ ആപ്പിളിൻ്റെ ലോഗോ പോലും അതിനകത്ത് വിസിബിൾ അല്ല പല സിറ്റുവേഷനിലും. നോട്ട് റെക്കമെൻഡഡ്. ആദ്യം നമുക്ക് ബിൽഡ് ക്വാളിറ്റിയും ഹാൻഡ്സ് ഓൺ ഫീലും നോക്കാം. ബിൽഡ് ക്വാളിറ്റി വെച്ച് പറയുന്ന സമയത്ത് എഡ്ജസ് എല്ലാം ഭയങ്കരമായിട്ട് അവർ സോഫ്റ്റ് ചെയ്ത് സ്മൂത്ത് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് നമുക്ക് ഈ ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു സ്മൂത്ത് ഫീൽ കൊണ്ടുവരും. അതായത് ഒരു റഗഡ് ഫീൽ ഒരിക്കലും വരില്ല. അതുപോലെ തന്നെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. യൂഷ്വലി നമ്മുടെ 15 Pro Max കയ്യിലെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 16 Pro Max കയ്യിലെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കോർണറിലേക്കോ ഏതെങ്കിലും ഒരു സൈഡിലേക്കോ വെയിറ്റ് കുറച്ച് കൂടുതലായിട്ട്, അതായത് ക്യാമറ സൈഡിലേക്ക് വെയിറ്റ് കൂടുതലായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. എനിക്ക് പേഴ്സണലി ഉള്ളതാണ്. നമ്മൾ ഈ ഫോണൊക്കെ വെച്ച് ചാറ്റ് ചെയ്യൂലേ, അപ്പോൾ ഞാൻ മേജർലി ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഐഫോൺ 17 Pro Maxലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. വെയിറ്റ് അവർ നല്ലതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ അവരുടെ പുതിയ ഒരു ഗ്ലാസ് ബാക്കാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയായിട്ട് ചെറിയൊരു മാക്സ് സേഫിൻ്റെ പാർട്ടിൽ ചെറിയൊരു ഭാഗം ചെറിയൊരു ഡിസൈൻ ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. ആക്ച്വലി ഫസ്റ്റ് ഇംപ്രഷനിൽ ഞാൻ പെട്ടെന്ന് അവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട് എന്ന് കരുതിയിട്ട് ഞാൻ വലിച്ചിളക്കാൻ നോക്കിയായിരുന്നു. അത് ആക്ച്വലി സ്റ്റിക്കറൊന്നുമില്ല, അത് അവരുടെ ഡിസൈൻ്റെ ഭാഗം തന്നെയാണ്. ഞാൻ വിചാരിച്ചത് അവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട് എന്ന് എനിക്ക് തോന്നി. പിന്നെ ഒബ്വിയസ്ലി നിങ്ങൾ പുറകിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാലോ നമ്മുടെ റീഡിസൈൻഡ് ആയിട്ടുള്ള ഡിസൈൻ, അതായത് ആപ്പിളിൻ്റെ ടിപ്പിക്കൽ സ്വഭാവങ്ങൾ മാറ്റി ഒരു വലിയൊരു പാനൽ, ഒരു റെക്റ്റാങ്കിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തായിട്ട് നമ്മുടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫ്ലാഷും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് ഡിസൈൻ വൈസ് വലിയൊരു ചേഞ്ച് തന്നെയാണ്. യൂഷ്വലി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സിറ്റുവേഷൻ പറയാം. എല്ലാവരും ഐഫോൺ വെച്ചിട്ട് മിറർ സെൽഫീസ് എടുക്കാറുണ്ട്. 15 Pro Max വെച്ചെടുത്താലും 16 Pro Max വെച്ചെടുത്തു കഴിഞ്ഞാലും നമുക്ക് തിരിച്ചറിയാൻ ഭയങ്കര പാടായിരുന്നു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഐഫോൺ സീരീസിനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും അവരുടെ ക്യാമറ സെറ്റപ്പിൽ. സോ ഡിസൈനിൽ അവരൊരു ചേഞ്ച് കൊണ്ടുവന്നത് ഇറ്റ്സ് എ ബിഗ് ഡീൽ. ഡിസ്പ്ലേ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ ആൻഡ് ഇതിൻ്റെ കളർ റീപ്രൊഡക്ഷൻ. പറയാതിരിക്കാൻ വയ്യ. 6.7 ഇഞ്ചിൻ്റെ ഒരു OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈവൻ ബ്രൈറ്റ് സൺലൈറ്റ് നിങ്ങൾ പോയി നിന്ന് കഴിഞ്ഞാലും നല്ലതുപോലെ ബ്രൈറ്റ്നസ് തരുന്നുണ്ട്. ആൻഡ് വ്യൂയിങ് ആംഗിൾസ് എല്ലാം പക്ക ഷാർപ്പാണ്, പക്ക അടിപൊളിയാണ്. ഇത്തവണ 17 Pro Maxൽ അവർ പവർ എഫിഷ്യൻസിയിൽ വളരെ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. പ്രൊമോഷൻ കുറച്ചുകൂടി നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫീൽ കൊണ്ടുവരുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണല്ലോ. അതായത് നമ്മൾ ഓരോ ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുക്കുമ്പോൾ പറപ്പറാന്നാണ് പോകുന്നത്. ഇപ്പോൾ ഗെയിമിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര സ്മൂത്ത്. എനിക്കൊന്നും പറയാനില്ല. ഡിസ്പ്ലേ പാർട്ടിൽ അവർ നെയിൽ ചെയ്തിട്ടുണ്ട്. ഈവൻ 16 ആയാലും 15 ആയാലും ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ഇംപ്രസ്ഡ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഐ മീൻ ലോകത്തുള്ള ഏത് ഡിവൈസുകൾ എടുത്തു കഴിഞ്ഞാലും എപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്ന സമയത്ത് ഐഫോണിൻ്റെയും ഐപാഡിൻ്റെയൊക്കെ ഡിസ്പ്ലേ എക്സലൻറ്റ് കളർ റീപ്രൊഡക്ഷൻ ആൻഡ് കളർ കറക്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ ഒരു കളറിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചാൽ ആപ്പിൾ ആക്ച്വലി നല്ലതുപോലെ ഇതിനെ ട്യൂൺ ചെയ്ത് HDR കോണ്ടൻറ്റ്, ഇപ്പോൾ ഒരുപാട് ഹൈ ഡൈനാമിക് റേഞ്ച് കോണ്ടൻറ്റുകൾ യൂട്യൂബിലൊക്കെ വരുന്നുണ്ടല്ലോ, അങ്ങനെയുള്ള കോണ്ടൻറ്റ് കൺസ്യൂം ചെയ്യാനുള്ള പവർ അല്ലെങ്കിൽ അതിനു വേണ്ടി ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് ക്യാമറ.
എന്നെ ഏറ്റവും എക്സൈറ്റഡ് ആക്കിയതും എന്നെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു പാട്ടാണിത്. ബാക്കിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ അകത്ത് അപ്ഗ്രേഡഡ് ആയിട്ടുള്ള 48 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് സെൻസർ, 16 സീരീസിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു അൾട്രാ വൈഡ് സെൻസറും അതുപോലെ തന്നെ ഒരു പുതിയ പെരിസ്കോപ്പ് ടെലിഫോട്ടോ സെൻസറും അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് 8x വരെ ഒപ്റ്റിക്കൽ സൂമിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഒരു ടെസ്റ്റ് ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് iPhone 17 Pro Maxൻ്റെ അകത്ത് എടുത്ത അൾട്രാ വൈഡ് ഷോട്ടും ഏറ്റവും റൈറ്റ് സൈഡിൽ നിങ്ങൾ കാണുന്നത് 6x ആണ്. നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയത് ലാസ്റ്റ് 16 Pro Max ഞാൻ റിവ്യൂ ചെയ്ത സമയത്ത് അതിൽ ഇപ്പം വൈഡിൽ നിന്ന് നമ്മൾ പ്രൈമറിയിലേക്ക് വരുന്ന സമയത്ത് കളർ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു വാർമർ ആയിട്ടുള്ള ടോൺ അല്ലെങ്കിൽ സാച്ചുറേഷനൊക്കെ ഒരു ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ആ ടെമ്പറേച്ചർ ഷിഫ്റ്റ് എനിക്ക് തീരെ താല്പര്യമുള്ളതല്ല. ഇപ്പോൾ വൈഡിൽ നിന്ന് നമ്മൾ ഇതിനകത്തേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ ഒരു പെട്ടെന്നൊരു ബഹളം വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് അങ്ങനെ കളർ ഷിഫ്റ്റ് ഇല്ല. എല്ലാ ഇമേജസും പക്ക എക്സാക്ട് സെയിം ആയിട്ട് തോന്നി. ഡൈനാമിക് റേഞ്ച് ഭയങ്കര അടിപൊളിയായിട്ട് അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്സ്ചേഴ്സും ഡീറ്റെയിൽസും അടിപൊളി. കളർ സയൻസിൽ ആപ്പിൾ ഇപ്രാവശ്യം നെയിൽ ചെയ്തിട്ടുണ്ട്. പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ എപ്പോഴും പറയുന്നൊരു പരാതിയാണ് ഐഫോണിൽ എടുക്കുന്ന ഫോട്ടോസ് ഭയങ്കര വാമാണെന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അവർ ആ ടോണൊക്കെ ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, വിച്ച് ഈസ് എ ഗുഡ് തിങ്. ഇനി സെൽഫി ക്യാമറയുടെ കാര്യം പറയാം. സെൽഫി ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറുണ്ട്. പൊതുവേ നമ്മൾ ഫോൺ എടുത്തിട്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വെച്ചിട്ടായിരിക്കും സെൽഫീസ് എടുക്കുക. എന്നിട്ട് നമുക്ക് വേറൊരു ആംഗിളിൽ സെൽഫി വേണം, കുറേ ആളുകളേക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആക്കും, ഫോൺ ഇങ്ങനെ ആക്കും അല്ലേ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ആക്കും. എന്നാൽ ഇനി പോർട്രേറ്റ് ആയിട്ട് ഫോൺ പിടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വൈഡ് ആയിട്ടുള്ള സെൽഫീസ് എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് സോ കൂൾ. കാരണം നിങ്ങൾക്ക് കയ്യിൽ ഒതുങ്ങി കംഫർട്ടായിട്ട് സെൽഫി എടുക്കാൻ പറ്റും. പിന്നെ സെൽഫി ക്യാമറ ഭയങ്കര നന്നായിട്ട് തന്നെ കളർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എവിടെയോ എനിക്ക് തോന്നുന്നു എൻ്റെ ഈ താടി നിങ്ങൾ കണ്ടായിരുന്നു. അതായത് എനിക്ക് ഈ വളഞ്ഞാണ് താടിയുള്ളത്. മുടി ഭയങ്കരമായിട്ട് കേർവ്ഡ് ആണ്. അപ്പോൾ ഈ താടിയിൽ അവർ ഭയങ്കരമായിട്ട് ടെക്സ്ചറും ഡീറ്റെയിലും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സെൽഫി എടുക്കുമ്പോൾ ഈ താടി ഭയങ്കരമായിട്ട് ഹൈലൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് ഞാൻ പേഴ്സണലി നോട്ടീസ് ചെയ്തതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഒരു പ്രശ്നമായിട്ട് തോന്നില്ലായിരിക്കും. നിങ്ങൾക്കത് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. എനിക്ക് 16 Pro Maxൽ നിന്ന് വലിയൊരു ഡിഫറൻസ് ഒന്നും എനിക്ക് ടെക്നിക്കലി ഒറ്റ നോട്ടത്തിൽ ഫീൽ ചെയ്യുന്നില്ല. ഇറ്റ് ടേക്സ് വെരി ഗുഡ് ഫോട്ടോസ്. നല്ല കളേഴ്സ് ഉണ്ട്, നല്ല ഷാർപ്പനാണ്, നല്ല ഡൈനാമിക് റേഞ്ച് ഉണ്ട്, എല്ലാം കൊള്ളാം. പക്ഷേ വീഡിയോയിലേക്ക് വരുന്ന സമയത്ത് ഇപ്രാവശ്യം ഭയങ്കര വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് 4K 120 FPS വരെ ഷൂട്ട് ചെയ്യാൻ പറ്റും. ആൻഡ് സ്റ്റെബിലൈസേഷൻ ഭയങ്കര നല്ലതാണ്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഈ വീഡിയോയിൽ ഞാൻ ഓടുകയാണ്. അപ്പോൾ ഓടുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സെൽഫി വീഡിയോയിൽ വരുന്ന സമയത്ത് സെൽഫി വീഡിയോ ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി ലൈറ്റ് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഹൈലൈറ്റ്, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല വെയിലുണ്ടെങ്കിൽ പൊതുവെ ഐഫോൺസിൻ്റെ 16 സീരീസ് എടുത്തു കഴിഞ്ഞാലും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഹൈലൈറ്റ് ഉണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നി. സെൽഫി ക്യാമറ ആയാലും റിയർ ക്യാമറ ആയാലും അടിപൊളിയായിട്ട് വീഡിയോയുടെ കാര്യത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. സിനിമാറ്റിക് വീഡിയോസ് എല്ലാം പക്കയാണ്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോഗ്രാഫി അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു അപ്ഗ്രേഡാണ്. ക്യാമറ വൈസ്, ഫീച്ചർ വൈസ്, ക്യാമറയ്ക്കകത്തുള്ള ക്വാളിറ്റി വൈസ്, അതുപോലെ തന്നെ ഇതിൻ്റെ കളർ സയൻസ്, കളേഴ്സ് എല്ലാം അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളൊരു വ്ളോഗറാണ് അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോഗ്രാഫിയാണ്, നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഫോട്ടോഗ്രാഫി വലിയൊരു ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് അപ്ഗ്രേഡാണ്, നോ ഡൗട്ട്. പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് വരാം. iPhone 17 Proയ്ക്കകത്ത് A19 Pro ചിപ്സെറ്റാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു വേപ്പർ ചേമ്പർ കൂളിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിനി ഹെവി ഗെയിമിങ്, അതായത് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഗെയിമിങ്, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഫോൺ കുറച്ചുകൂടി ഹീറ്റ് മാനേജ് ചെയ്തോളും. ഇപ്പോൾ നിങ്ങൾ ഐഫോണിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവർക്കറിയാം, നിങ്ങൾ ഇപ്പോൾ ഒരു 4Kയിൽ ഇട്ടിട്ടാണ് നിങ്ങൾ വീഡിയോ ഒരുപാട് ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് എഴുതുന്ന സമയത്ത് ഫോൺ നന്നായിട്ട് ഹീറ്റാവും. 16 Pro Max ഭയങ്കരമായിട്ട് ഹീറ്റാവുന്നുണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത്. ആ ഒരു പ്രശ്നം iPhone 17 Pro Maxൽ ബ്രാൻഡ് തന്നെ, അതായത് ആപ്പിൾ തന്നെ നോക്കിക്കൊണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗെയിമിംഗ്, ഒബ്വിയസ്ലി നിങ്ങളെല്ലാവരും ഗെയിം കളിക്കുന്നവരാണ്. ഞാൻ ഇതിൻ്റെ അകത്ത് റിയൽ റേസിംഗ് 3യും അതുപോലെ തന്നെ അസസിൻസ് ക്രീഡും ട്രൈ ചെയ്തു. റിയൽ റേസിംഗ് 3 ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് വേറെ ലെവൽ പെർഫോമൻസ്, ഭയങ്കര ബട്ടറി സ്മൂത്ത്, അതുപോലെ തന്നെ ഓരോ ഫ്രെയിംസും റിഫ്ലക്ഷൻസും എല്ലാം ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ്. പക്ഷേ അസസിൻസ് ക്രീഡിലേക്ക് വന്ന സമയത്ത് ഓരോ സ്ഥലത്തായിട്ട്, അതായത് ഹൈലൈറ്റ്സും അല്ലെങ്കിൽ ഷാഡോസൊക്കെ ഒരുപാടുള്ള സ്ഥലത്ത് ഭയങ്കരമായിട്ട് ഹിക്കപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റക്കായി പോവും. ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ല കിട്ടുന്നത്. പക്ഷേ പ്ലേയബിളാണ്, ചെറിയ ഹിക്കപ്പിലാണ്. പക്ഷേ അത് ആ ഗെയിം എൻജോയ് ചെയ്യുന്നതിൻ്റെ ഒരു
ആ ഒരു ഫീല് നഷ്ടപ്പെടുത്തുന്നുണ്ട്. മേ ബി ഇതൊരു സോഫ്റ്റ്വെയർ ഇഷ്യൂ ആയിരിക്കാം, മേ ബി ആ ഒരു ഗെയിം ലേറ്റസ്റ്റ് ആയിട്ടുള്ള iOS-ലേക്ക് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കില്ല. ഇതെല്ലാം ഓരോ കാരണങ്ങളാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ഫോണിനെ മാത്രം ബ്ലെയിം ചെയ്യുന്നില്ല, നമുക്ക് നോക്കിക്കണ്ട് കാണാം. ഹീറ്റ് മാനേജ്മെൻറ്റും അത്യാവശ്യം കുഴപ്പമൊന്നും തോന്നിയില്ല. ഗെയിം ഏകദേശം അരമണിക്കൂറോളം ഞാൻ കളിച്ചു, വലിയ പ്രശ്നമൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഗുഡ് ടു ഗോ. നെക്സ്റ്റ്, ബാറ്ററി ആൻഡ് ചാർജിങ്. വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഞാൻ എൻ്റെ ഐഫോണിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ബാറ്ററി ആൻഡ് ചാർജിങ് ആണ്. ഞാൻ ഏറ്റവും കൺസ്യൂം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഡൗൺലോഡ്സ് ഉണ്ട്. കാരണം എനിക്ക് ഒരു ഏജൻസി, ഒരു മാർക്കറ്റിംഗ് ഏജൻസി നടത്തുന്നുണ്ട്. പല ക്ലയൻസിൻ്റെ വർക്കുകൾ ഞാൻ ഒരുപാട് ഡൗൺലോഡുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ ഫോൺ എപ്പോഴും കീപ്പ് ഓൺ വർക്കിംഗ് ആണ്. അതിപ്പോൾ വാട്സപ്പ് ആവട്ടെ, ഞാൻ സൈമൾട്ടേനിയസ്ലി പല ആപ്പിലേക്ക് സ്വിച്ച് ചെയ്യും. അതായത് ഗൂഗിൾ ഡ്രൈവ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, അങ്ങനെ പല ആപ്പുകളിലേക്ക് സ്വിച്ച് ചെയ്യുന്ന ഒരാളാണ്. 17 Pro Maxൻ്റെ അകത്ത് ആപ്പിൾ ബാറ്ററി കപ്പാസിറ്റി നല്ലതുപോലെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത് ആക്ച്വലി റിയൽ ലൈഫായിട്ട് ടെസ്റ്റ് ചെയ്താലേ പറയാൻ പറ്റുള്ളൂ. ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഉപയോഗിച്ചാലേ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് കമൻറ്റ് ചെയ്യാൻ ഞാൻ ഒന്നും നിൽക്കുന്നില്ല. 1 ആഴ്ച 2 ആഴ്ച ഉപയോഗിച്ചതിന് ശേഷം ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂവിൽ പറയാം. ഓവറോൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഇപ്പോൾ ഗെയിം കളിച്ചു, എൻ്റെ iCloudൻ്റെ 1 TB അടുപ്പിച്ചുള്ള ബാക്കപ്പ് മൊത്തം ഞാൻ ഡൗൺലോഡ് ചെയ്തു. അതെല്ലാം ചെയ്തിട്ടും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല. 20%, ഒരു 19% ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ഫോൺ എടുത്തതിന് ശേഷം ഞാൻ ചാർജ് ചെയ്തിട്ടില്ല. എന്നിട്ടാണ് ഈ പരിപാടികളൊക്കെ ഞാൻ ചെയ്തു എന്നുള്ളത് ആഡ് ചെയ്യാണ്. ഡിസ്പ്ലേയുടെ റിഫ്രഷ് റേറ്റ് പറയാൻ മറന്നു എന്ന് തോന്നുന്നു. 120 Hz ആണ് ഇതിൻ്റെ അകത്ത് വരുന്ന റിഫ്രഷ് റേറ്റ്. അത് ഡൈനാമിക് ആണ്. നിങ്ങൾ ആപ്പ് എടുക്കുന്നതിനനുസരിച്ച്, ആപ്പ് അല്ലെങ്കിൽ ആപ്പിൻ്റെ അകത്ത് സംഭവിക്കുന്നതനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും, ഫ്ലക്ച്വേറ്റ് ചെയ്യും. അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ആസ് എ റെഗുലർ യൂസർ നിങ്ങൾക്ക് ഫോണ് അപ്ഗ്രേഡബിൾ ആണോ അല്ലേ എന്നുള്ളതാണ് വീഡിയോയുടെ ലക്ഷ്യം. ചാർജിങ് എനിക്ക് നോ ഐഡിയ. ഞാൻ പറഞ്ഞില്ലേ 2 ആഴ്ചയൊക്കെ ഉപയോഗിച്ചാലേ പറയാൻ പറ്റുള്ളൂ. അതവർ ക്യാപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്ക് നടത്തി മനസ്സിലായി. അതവർ പ്രോപ്പർലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇത് ഫാസ്റ്റ് ചാർജിങ് ഉണ്ടോ, സ്റ്റാൻഡേർഡ് ചാർജർ വെച്ചിട്ട് എത്രത്തോളം ഫാസ്റ്റായിട്ട് ചാർജ് ആവുന്നു, അതുപോലെ തന്നെ അവരുടെ ഫാസ്റ്റ് ചാർജിങ് വെച്ചിട്ട് എങ്ങനെ ചാർജ് ആവുന്നു എന്നുള്ളത് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിൽ അല്ലെങ്കിൽ എൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂവിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സാധനം iOS 26. iOS 26 നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് പല രീതിയിലാക്കാമെന്നുണ്ടെങ്കിൽ മൊത്തത്തിലുള്ള അവിടെ സെറ്റിങ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള ഫീല് എനിക്ക് എവിടെയൊക്കെയോ ഭയങ്കരമായിട്ട് ഇത്രയും നാൾ പഴയ വേർഷൻ ഉപയോഗിച്ചിട്ട് പെട്ടെന്നൊരു സ്വിച്ച് ചെയ്തതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആവാം. ബട്ട് സോഫ്റ്റ്വെയർ സൈഡ് ഞാൻ അത്ര ഇഷ്ടപ്പെടുന്നില്ല iOS 26. ബട്ട് ആപ്പിൾ iPhone 17 Pro Maxൻ്റെ അകത്ത് വളരെ ബട്ടറി സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്. എല്ലാം iOS 26ൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഉപയോഗിച്ചാലേ മനസ്സിലാവുള്ളൂ. ഞാൻ iPhone 15 Pro Maxലും 16 Pro Maxലും iOS 26 ഇൻസ്റ്റാൾ ചെയ്തു. 16 Pro Max നല്ല പെർഫോമൻസ് തന്നെയാണ്. 15 Pro Max ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. 17 Pro Maxലേക്ക് വന്ന സമയത്ത് ഒരു പ്രശ്നമില്ല. പിന്നെ AI ഡ്രിവൺ ആണ് കംപ്ലീറ്റ്ലി ഇപ്പോഴത്തെ ഐഫോൺ. അപ്പോൾ അതിനകത്ത് കുറേ AI ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് 3D വാൾപേപ്പേഴ്സ് ഇടാൻ പറ്റും, ഒരു ഫോട്ടോനെ 3D ആക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്യാമറയിൽ തന്നെ കുറേ AI ഫീച്ചേഴ്സ് ഉണ്ട്. ഇതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടാവും. പിന്നെ സ്മാർട്ടായിട്ടുള്ള വിഡ്ജറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ കുറേ വന്നിട്ടുണ്ട്. പിന്നെ ചെറിയ അവിടെ ഇവിടെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് അവർ വരുത്തിയിട്ടുണ്ട്. ഓവറോൾ ലുക്ക് ആൻഡ് ഫീൽ iOS 26 സോർട്ട് ഓഫ് പേഴ്സണലി എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല. എനിക്ക് തീരെ താല്പര്യം തോന്നിയില്ല. ബട്ട് താല്പര്യമുള്ളവരുണ്ടാവും. ഫൈനലി നിങ്ങളിത് മേടിക്കണോ അപ്ഗ്രേഡ് ചെയ്യണോ എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യയുടെ പുറത്ത് നിന്ന് നിങ്ങൾക്ക് ഈ ഫോൺ മേടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫെയർ എമൗണ്ടിൽ കിട്ടും. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൈസ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. 1,00,000 മേളിലാണ്. അപ്പോൾ 1,00,000 മേളിലുള്ള ഒരു ഫോണിലേക്ക് നിങ്ങളിപ്പോൾ EMI ഇട്ടിട്ടായാലും അപ്ഗ്രേഡ് ചെയ്യണോ വേണ്ടേ എന്നുള്ള ക്വസ്റ്റിന് ഞാൻ ഒരൊറ്റ ആൻസർ പറഞ്ഞുതരാം സിമ്പിളായിട്ട്. നിങ്ങളിപ്പോൾ 16 Pro Max ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ദിസ് ഫോൺ ഈസ് നോട്ട് എ ബിഗ് അപ്ഗ്രേഡ് ഫോർ യു. നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾ 15 ആണ്, അതിന് താഴോട്ടാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ iPhone 17 Pro Max ഈസ് എ വെരി ഗുഡ് അപ്ഗ്രേഡ്. നിങ്ങൾക്ക് ആ ഒരു അപ്ഗ്രേഡ് ഫീൽ ചെയ്യും നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്തായാലും, ക്യാമറയിലായാലും, വീഡിയോയിലായാലും, എഡിറ്റിങ്ങിലായാലും, അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ഔട്ട്പുട്ടിലായാലും, വോളിയത്തിലായാലും, സൗണ്ടിലായാലും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ബട്ട് 16 Pro Max ഓർ 16 യൂസേഴ്സ് നിങ്ങൾക്ക് ആ ഒരു ഫീൽ കിട്ടില്ല. 16 Pro Max എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഒരു ഹയർ എൻഡിൽ പിടിച്ച് നിൽക്കുന്ന ഒരു ഫോണാണ്. ഇറ്റ് ഈസ് വെരി ഗുഡ്. എൻ്റെ ഫേവറേറ്റ് ഫോണിലൊന്നാണ് 16 Pro Max. അപ്പോൾ അതിൽ നിന്ന് വലിയൊരു ജമ്പല്ല. നിങ്ങൾ ഇപ്പോഴും 16 Pro Maxും 16 സീരീസ് റോക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കീപ് ഗോയിങ്. നിങ്ങൾക്ക് മേ ബി 18 Pro Max ഒരു വലിയൊരു അപ്ഗ്രേഡ് ആയിരിക്കും. ബട്ട് 15 അതിന് താഴോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബിഗ് അപ്ഗ്രേഡ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ 1,00,000 രൂപ 1,50,000 രൂപയൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ആ ഫോൺ ഉപയോഗിക്കപ്പം
അത് പുതിയ ഫോണാണ് കണ്ടാൽ മാത്രം പോരല്ലോ, അത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ മൈ ഗോഡ് ഇതെല്ലാം ഭയങ്കര അടിപൊളിയാണല്ലോ, വേറെ ലെവൽ എന്ന് ഫീൽ ചെയ്യണം. അത് ഫീൽ ചെയ്യിപ്പിക്കാൻ 15 യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഡെഫിനറ്റ്ലി പറ്റും, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ കൺക്ലൂഡ് ചെയ്യുവാണ്. ഓവറോൾ പറയപ്പോൾ iPhone 17 Pro Max ഇസ് എ വെരി ഗുഡ് പാക്കേജ്. ഡിസൈൻ മാറ്റിയിട്ടുണ്ട്, വിച്ച് ഈസ് വെരി ഗുഡ്. ക്യാമറ ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, ബാറ്ററി ഇംപ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യം ഐ ഡോണ്ട് നോ, ലൈക്ക് ഇപ്പോഴും അവർ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മേ ബി 2-3 അപ്ഡേറ്റ്സും പാച്ചസൊക്കെ വരുന്ന സമയത്ത് മാറുമായിരിക്കും. ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പറയാറായിട്ടില്ല. ആ ഫോൺ ഒരു 2-2.5 ആഴ്ച ഉപയോഗിച്ചാലേ അതിൻ്റെ റിയാലിറ്റീസ് വരുള്ളൂ. ഈ ഇടയ്ക്ക് എൻ്റെ 15 Pro Max ഞാനൊന്ന് എന്ത് ചെയ്തു, iOS 26 എന്നിട്ട് ഞാൻ ഒരു വെബ്സൈറ്റിൽ പോയപ്പോൾ ഫോൺ മൊത്തത്തിൽ സ്റ്റക്കായിട്ടിരുന്നു. അങ്ങനെ ആരെങ്കിലുമൊക്കെ സ്റ്റക്കായിട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അങ്ങനെ ഫോണിൻ്റെ സ്ക്രീന് മൊത്തത്തിൽ ടച്ച് ചെയ്തിട്ടൊന്നും വർക്കാവുന്നില്ല, പവർ ബട്ടൺ അമർത്തിയിട്ടും അണയുന്നുമില്ല, ഒന്നും അനങ്ങുന്നില്ല, ഫ്രീസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വോളിയം അപ്പ് ആദ്യം അമർത്തുക, വോളിയം ഡൗൺ ആദ്യം അമർത്തുക, എന്നിട്ട് പവർ ബട്ടൺ ഒന്ന് ഹോൾഡ് പ്രസ് ചെയ്യുക. അപ്പോഴത്തേക്കും ഫോഴ്സ് റീസ്റ്റാർട്ട് ആവും. അപ്പോൾ സാധനം ശരിയായിക്കോളും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.